ഈശംശാരിക്കും ശുദ്ധമായിരിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട ജോയച്ച, നിഖിലച്ച, അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ ഇന്നിവിടെ ഒരു കഥ പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഉണ്ണീശോയോടൊപ്പം ഞാൻ കണ്ട വയനാട്. മോളെ, പഠിക്കുന്നില്ലെങ്കിൽ ആ പഴയ പേപ്പറുകൾ ഒന്ന് ഒതുക്കി വെച്ച്. ഹോ, ക്ലാസ് വിട്ട് വന്ന് ചായ കുടിക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്കും അമ്മ എനിക്കിട്ട് ഒരു പണി തന്നു. അലസമായി കിടക്കുന്ന പേപ്പറുകൾ ഓരോന്നായി അടക്കി വെക്കുമ്പോൾ വലിയ അക്ഷരത്തിൽ വയനാട്ടിലെ ദുരന്തത്തിന്റെ വാർത്തയും ചിത്രങ്ങളും നിറഞ്ഞ അന്നത്തെ പത്രം ഞാൻ കണ്ടു. തകർന്ന വീടിനകത്ത് കഴുത്തോളം മലവെള്ളത്തിൽ ഒരു കൈ കൊണ്ട് മകളെയും കുഞ്ഞിനെയും പിടിച്ച് മറു കൈ കൊണ്ട് തടസ്സങ്ങളെല്ലാം മാറ്റി പുറത്തേക്ക് കടക്കാൻ വിഷമിക്കുന്ന ഒരു അപ്പൂപ്പന്റെ ചിത്രം. മുൻപ് കണ്ടതാണെങ്കിലും മനസ്സിന് മായുന്നേയില്ല. കൊറോണ, വെള്ളപ്പൊക്കം, ഇപ്പോൾ ഈ ദുരന്തവും. ഇനിയൊരു ദുരന്തം വരാതിരിക്കാൻ മക്കളെ, നിങ്ങൾ എന്നും ഈശോയെ വിളിക്കണം. അന്ന് ഞങ്ങളെ അമ്മ ഓർമ്മിപ്പിച്ചു. ആ ഓർമ്മകളിൽ ചോര പൊടിയുന്ന കണ്ണീർ ചാലുകളിലൂടെ ഒരു നിമിഷം ഞാനും ഈശോയ്ക്കൊപ്പം നടന്നു. തെന്നി വീഴാതിരിക്കാൻ ഈശോയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, എത്ര കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാ ഈ തകർന്നു കിടക്കുന്നത്. എത്ര നാളത്തെ സമ്പാദ്യമാ ഈ ചാലുകളിലൂടെ ഒലിച്ചു പോയിരിക്കുന്നത്. എത്രയെത്ര ജീവനുകളാ ഈ മണ്ണിനടിയിൽ ജീവിച്ചിരിക്കുന്നവരെ കണ്ണീരിലാഴ്ത്തി പുതന്നു കിടക്കുന്നത്. നമ്മെ പോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയുമാണ് പ്രകൃതി. പ്രകൃതിയെ നശിപ്പിക്കരുത്. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഉള്ളൊരു ജീവിതം നമുക്ക് വേണ്ടേ മക്കളെ? ഇവിടെ പള്ളികളും പള്ളിക്കൂടങ്ങളും വീടുകളും ഉണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് അതെല്ലാം ഓർമ്മയായില്ലേ? ഈശോ അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞു സഹോദരങ്ങൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ അമർത്തി ചവിട്ടാൻ എനിക്ക് ഭയമായി. ഒരു നിമിഷം ഞാൻ ഈശോയുടെ പിടിവിട്ട് നിന്നപ്പോൾ ഈശോ പറഞ്ഞു, മക്കളുടെ പ്രാർത്ഥനകളാ ഇവർക്ക് കൂട്ട്. എന്താ കണ്ണു നിറഞ്ഞത്? പടം നോക്കി കരയുകയാണോ? പുറകിൽ അമ്മയുടെ സ്വരം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെ എങ്ങും ഈശോയെ കണ്ടില്ല. അമ്മ കൈകൾ കൊണ്ട് എൻ്റെ കണ്ണുനീർ തുടയ്ക്കുമ്പോഴും ആ കാഴ്ച എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. താങ്ക് യു. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമായോ? എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.